കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 16-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തോട് ദാവീദ് അപേക്ഷിക്കുന്ന ഒരപേക്ഷ ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം തന്നെയാകുന്നു നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മുൻപോട്ടുള്ള നമ്മുടെ യാത്രകൾക്ക് വേണ്ടി ഒക്കെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. വചനം പറയുന്നു, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. രാവിലും പകലിലും ദൈവത്തിന്റെ പാലനവും ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദയയും നമ്മോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ തലമുറയോടും ഉണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ പിൻപിൽ കുന്തവും വാളുമായി തന്നെ അഭിമുഖീകരിക്കുന്ന, തന്നെ വേട്ടയാടി നശിപ്പിക്കുവാൻ പിന്തുടരുന്ന ശൗലിന്റെ ശക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ഒരു മാനിനെ പോലെ ഓടുകയാണ്. ഓടുമ്പോൾ താൻ പറയുകയാണ്, ദൈവമേ, നീയാണ് എൻ്റെ ശരണം, അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങാണ് എൻ്റെ ദൈവം. എന്നേക്കാൾ ബലമുള്ള ശത്രു എന്നെ പിന്തുടരുമ്പോൾ ആ ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, അങ്ങാണ് എൻ്റെ ആശ്രയം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രയാസ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ, പിൻപിൽ നിന്നും അനേക ശത്രുക്കൾ വെല്ലുവിളിക്കുമ്പോൾ, മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ വണ്ണം നാം ഭാരപ്പെടുമ്പോൾ, ദൈവം നമ്മുടെ ആശ്രയമായി, നമ്മുടെ സങ്കേതമായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തെ തന്റെ ശരണമാക്കിയിരിക്കുകയാണ്, ദൈവത്തെ തന്റെ ആശ്രയമാക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവം നമ്മുടെ ആശ്രയമായിരിക്കട്ടെ. അതേ, ദൈവത്തിന്റെ കാവലിനായി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 121-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അവിടെയും ദൈവത്തിന്റെ കാവലിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കാലടികളെ കാവൽ ചെയ്യുന്നു. നമ്മുടെ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. മയങ്ങാതെയും ഉറങ്ങാതെയും നമ്മെ സൂക്ഷിക്കുന്നവനായ ദൈവം, നമ്മുടെ ദൈവം നമുക്ക് താങ്ങായി, നമുക്ക് തണലായി നമ്മോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം മയങ്ങുമ്പോൾ നമ്മുടെ ദൈവം മയങ്ങാതെ നമ്മെ കാക്കുന്നു. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ദൈവം ഉറങ്ങാതെ നമ്മളെ കാക്കുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലുതാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ കാക്കുന്നത് പോലെ ദൈവം നമ്മളെ കാക്കുന്നു. ജീവിതത്തിന്റെ പിന്നോട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം അവസരങ്ങളിൽ ദൈവം നമ്മളെ കാത്തു. അപകടമുണ്ടായപ്പോൾ ദൈവം നമ്മളെ കാത്തു. രോഗം മൂർച്ചപ്പോൾ സൗഖ്യദായകനായി ദൈവം നമ്മോടുകൂടെ ഇരുന്നു. എല്ലാവരും കൈവിട്ട സ്ഥാനത്ത് ദൈവം കരം പിടിച്ച് നമ്മെ നടത്തി. ഉയർത്തുകയില്ലെന്ന് ശത്രു പദ്ധതി ഒരുക്കിയപ്പോൾ താണ കുഴിയിൽ നിന്നും ദൈവം നമ്മളെ കയറ്റി ഉയർത്തിയില്ലേ. ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം കാവൽ ചെയ്യുന്നു, ദൈവവനെ സൂക്ഷിക്കുന്നു, ദൈവവനെ ഉയർത്തുന്നു. ആ കുടുംബത്തെ ദൈവം ഉയർത്തുന്നു, അവന്റെ തലമുറകളെ ദൈവം ഉയർത്തുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. അതെ, 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ
ദൈവത്തിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കും നല്ലത്. അതെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കൂ. നിന്റെ ഭാരങ്ങൾ, നിന്റെ വേദനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നു പറയൂ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. 91-ാം സങ്കീർത്തനത്തിൽ വേട്ടക്കാരന്റെ കടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനായ ദൈവം, പകൽ പറക്കുന്ന അസ്ത്രത്തുനിന്ന് നമ്മെ സൂക്ഷിക്കുന്നവനായ ദൈവം, ഇരുട്ടിലെ ഭയങ്ങൾ നമ്മളെ വിടുവിക്കുന്നവനായ ദൈവം, നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നവനായ നമ്മുടെ ദൈവം, നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, അതെ, നമ്മുടെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും ഉറപ്പിക്കുന്ന നമ്മുടെ ദൈവം. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. ദൈവമാണ് നമ്മുടെ കാവൽ. അതെ, ദൈവം കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ കാക്കുന്ന ദൈവമാണ്. കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ നമ്മളെ കാക്കുന്നവനായ ദൈവം. അതുകൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. അങ്ങാണ് എൻ്റെ ആശ്രയം. അങ്ങനെ കാക്കണമേ, അങ്ങനെ സഹായിക്കണമേ, എൻ്റെ ഭവനത്തെ സഹായിക്കണമേ, എൻ്റെ തലമുറയെ സഹായിക്കണമേ എന്ന് ഓരോ ദിവസവും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, ദൈവം നമ്മളെ പരിപാലിക്കുവാൻ, നമ്മെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യന്റെ കാവലിനും മനുഷ്യന്റെ സംരക്ഷണത്തിനുമെല്ലാം ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. കാവൽക്കാർ സംരക്ഷിച്ച എത്രയോ പേർ, പട്ടാളക്കാർ സംരക്ഷിച്ച എത്രയോ പേർ, പട്ടാളക്കാരുടെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത എത്രയോ ദുരിതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നവരാണ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദാവീദിന്റെ ജീവിതത്തിൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു മുൻപോട്ട് നീങ്ങി. എന്നാൽ പ്രിയമുള്ളവരെ, അവന്റെ തലമുടിക്ക് പോലും ഒരു കേടുവരാതെ ദൈവനെ പരിപാലിച്ചു എന്നുള്ളതാണ്. അവന് വിരോധമായി വന്ന ശത്രു സൈന്യങ്ങളെ ദൈവം തകർത്തു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെച്ചവരെ ദൈവം ശക്തീകരിച്ചു, ദൈവനെ ഉയർത്തിയെടുത്തു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പലകാലം നിങ്ങളുടെ ആശ്രയം എവിടെയാണ്? നിങ്ങളിൽ ആരാണ് നിങ്ങൾ ചാരുന്നത്? എന്നാൽ നിങ്ങൾ ആ ചാരുന്നത് ദൈവത്തിലല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമില്ല. എന്നാൽ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ, ദൈവത്തെ നിങ്ങൾ ചാരുമെങ്കിൽ, നിന്റെ സങ്കടം ദൈവത്തോട് പറയുമെങ്കിൽ, നിശ്ചയമായും അവൻ പരിപാലിപ്പാൻ വിശ്വസ്തനാണ്. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. അവൻ നമ്മളെ കാക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പരിപാലിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് കാവലായി, കരുതലായി, തുണയായി നീ കൂടെ ഇരുന്നവരെ സഹായിക്കണമേ. പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമേ. നിന്നിൽ ആശ്രയമേ ജീവിപ്പാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കത്തുസൂക്ഷയിൽ പാസ്റ്റർ കെ സാമുവേൽ.